കേരളത്തിൽ മരമുന്തിരി ഇങ്ങനെ പറയും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ യാത്ര ചെയ്തപ്പം നേരെ ഇടുക്കിയിലേക്കാണ് യാത്ര ചെയ്തപ്പം കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് ഉപ്പുതറ എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ കുറേ പഴങ്ങൾ കണ്ടു. അതിൻ്റെ അടിയിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വിളിച്ച് ബന്ധപ്പെട്ടപ്പം അതിൻ്റെ ഓണറെ കിട്ടി. എന്നാലും ഞങ്ങൾ അതിൻ്റെ സൈറ്റിലേക്ക് വന്നേക്കുവാണ്. മോനെ, ഈ പഴങ്ങളെല്ലാം ഞങ്ങൾ കണ്ടായിരുന്നു ബോർഡ് വെച്ചാൽ. ഇതിൻ്റെ ഐറ്റത്തിനെ പറ്റി നമുക്ക് നേരിട്ട് കാണാം. നേരിട്ട് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് എത്ര വർഷമായിട്ട്? ഞാനൊരു 3-4 വർഷമായിട്ട്. 3-4 വർഷമായി. പിന്നെ എത്ര ഐറ്റം ഉണ്ട് ഇവിടെ? 100-ന് മേളിലുണ്ടായിരുന്നു. ഇപ്പൊ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. കുറെ ഇതിൽ നല്ല വെറൈറ്റീസ് ഉണ്ട്, കുറച്ച് മോശം വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഐറ്റത്തിലോട്ട് നല്ല ഐറ്റം മാത്രം ഇപ്പം കൊണ്ടുവരാം. നല്ല ഐറ്റം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും മധുരം ഉണ്ട്. ചിലതിന് വിത്തിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഞാൻ പച്ച നിന്നിട്ട് വിത്തിന്റെ ചെറിയ വിത്താണ്. ചിലത് വിത്ത് ഭയങ്കര വലുപ്പമുള്ളതായിരിക്കും. അങ്ങനെയുള്ളതൊക്കെ മധുരമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളതേ നമ്മൾ ഒഴിവാക്കുക. ഇത് സെയിൽ നടത്തുന്നത് എങ്ങനെയാണ്? അത് ചെറിയ തൈകൾ നമ്മൾ കൂടുതലും വിത്ത് തൈയാണ്. ഹൈബ്രിഡിന് മുഴുവൻ വിത്ത് തൈയാണ് കൂടുതലും ചെയ്യുന്നത്. ഗ്രാഫ്റ്റും കൊടുക്കാറുണ്ട്. ഓരോ വെറൈറ്റി അനുസരിച്ച് ഇവിടെ വന്ന് മേടിക്കാൻ നല്ല കൊറിയറായിട്ട് കൊടുക്കുന്നുണ്ട്. കൊറിയറുണ്ട്. കേരളത്തിലുണ്ടെങ്കിലും കൊറിയർ ചെയ്യുന്നുണ്ട്. പുറത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ പ്ലാന്റ്സ്, ഇത്രയും വലിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഹൈവേ ഡെലിവറി ചെയ്യുന്നത്. മെയിൻ റോഡിൽ കൂടെ കൊണ്ടുപോയി ഹൈവേ കൊണ്ടേ കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് മലപ്പുറം പാലക്കാട് പോയിട്ട് വന്നോളൂ. ഇനി അടുത്ത് തിരുവനന്തപുരം റൂട്ടുണ്ട്. അത് ഓരോരോ റേറ്റാ. അതിപ്പം വില പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഓരോന്നിനും ചെറുതിനൊക്കെ മോഹവിലയാണ്. കാഴ്ച തുടങ്ങിയതുണ്ട്. എല്ലാ ഐറ്റവും ഇവിടെ ഈ സൈറ്റിലേക്ക് വരാൻ എവിടെ വന്നിട്ട് വരുന്ന ഐറ്റം? ഇതിപ്പം വാഗമണ്ണ് വഴി വരുവാണെങ്കിൽ വാഗമണ്ണിന് 18 കിലോമീറ്റർ ഉള്ളൂ. വാഗമണ്ണിൽ നിന്ന് 18 കിലോമീറ്റർ. കട്ടപ്പന ഭാഗത്തുനിന്ന് വരുന്നെങ്കിൽ കട്ടപ്പനത്തിൽ 18 കിലോമീറ്റർ ഉള്ളൂ. ചിലർ ഏലപ്പാറ കൂടി വരും. അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ഏലപ്പാറ വഴി വന്ന് കട്ടപ്പന വഴി വന്ന് പരപ്പേന്ന് 5 കിലോമീറ്റർ. ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ജബോട്ടിക്കാവയാണ്. ഇത് കേരളത്തിൽ മരമുന്തിരി ഇങ്ങനെ പറയും. ഇതിപ്പോ പഴുപ്പ് കൂടി പോയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നിറച്ചും കായ്ക്കൊണ്ടിരിക്കും. എപ്പോഴും സീസൺ ഇല്ലാതെ കായ്ക്കും. അതായത് പൂ വിരിഞ്ഞൊരു 25 ദിവസം നമുക്ക് പഴം പറിക്കാം. ഇത് ബ്ലാക്ക് കളർ വരുന്ന വെറൈറ്റിയാണ്. പിന്നെ റെഡ്, ഗ്രീൻ, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. മധുരം റെഡ് ഹൈബ്രിഡ് സ്റ്റാൻഡേർഡ് ഹൈബ്രിഡാ. അതായത് 1970-ന് ശേഷം 70 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഹൈബ്രിഡാണ്. അതിനുശേഷം ഒത്തിരി ഹൈബ്രിഡ് ഉണ്ടായിട്ടുണ്ട്. അത് പൂ വിരിഞ്ഞതിന്റെ. കേടെന്ന് പറഞ്ഞാൽ ഈ തളിരയിലെ പുഴു തിന്നും, അത്രേ ഉള്ളൂ. തടിയല്ല. വെള്ളം കൂടുതൽ വേണ്ട ചെടിയാണ്. ഇതുണ്ട് ഈ തടിയൽ. ഇത് പുഴുവാ. അതൊരു കുഴപ്പമില്ല, പ്രശ്നമുള്ള കാര്യമല്ല. ഇത് പെട്ടെന്ന് തൊലി മൂടി അങ്ങ് പോകും. ഈ ഇല പുഴു തിന്നുന്ന കാണുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മരുന്നടിച്ചു കൊടുക്കും. എത്ര വർഷം വേണം കഴിക്കണമെങ്കിൽ? ഹൈബ്രിഡ് ഒരു 2.5 വർഷം. ഏറ്റവും ചെറിയത് വെച്ചാൽ 2 വർഷം കഴിക്കും. വെയിൽ കുറവുള്ള സ്ഥലത്ത് വെക്കുമായിരിക്കും അല്ലേ? ഒരു 4 to 5 മണിക്കൂർ വെയിൽ മതി. അതിൽ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പൂവിട്ട് 25 ദിവസം പഴം പറിക്കാം. 25 ദിവസം മതി. സ്ഥിരമായിട്ട് ഇങ്ങനെ പൂട്ടോണ്ടിരിക്കും. ഇപ്പഴും കഴിച്ചോണ്ട്. ഇപ്പൊ അത് കണ്ടോ, അതിലിപ്പം ചെറിയ പഴുത്തകായ ഉണ്ട്. ഇപ്പം പൂ വിരിഞ്ഞിട്ട് അതിന്റെ ചെറിയ കാകൾ നിൽപ്പുണ്ട്. ഏറ്റവും മുഴുത്ത പൂവായിട്ട് വരുന്നത് അത് പൂ വിരിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം ആയതാ. ഈ പൂവാണ് ഇത്ര മുഴുപ്പ് പൂവാകും. പൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടാവാടിയുടെ ഒക്കെ പകുതി കാണും. അത്രേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ സീസൺ ഇല്ലാതെ ഓരോന്ന്. ഇതിപ്പം ചെറിയ കായാണ്. പൂവുണ്ട്, മൊട്ടുണ്ട്, ഇവിടെ പഴുത്ത കായുണ്ട്. ആദ്യം വരും പച്ച കളറല്ല ഇതിന്റെ കായ. പച്ച വന്നിട്ട് ബ്ലാക്ക് റെഡ് വരും. അതുകൊണ്ടാണ് ഇതിന് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ശരിക്കും നന്നായിട്ട് പഴുക്കുമ്പോൾ ബ്ലാക്കാ വരുന്നത്. രാജ്യത്തെ ചെടിയത് ഇത് ബ്രസീലാണ്. ബ്രസീലിലുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, പലയിടത്തും ഉണ്ട്. ബ്രസീലാണ് ഒറിജിനൽ. ബ്രസീലിൽ നിന്നാണ് ഹൈബ്രിഡ്, റെഡ് ഹൈബ്രിഡ് വന്നേക്കുന്നത്. നമുക്കൊരു കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവരാണ് സേവ് എടുക്കുന്നത്. കടകളിൽ പറിച്ചു വെക്കാനുള്ള ഷെൽഫ് ലൈഫ് ഇതിനില്ല. നമുക്ക് ജാമോ വൈനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വൈനൊക്കെ ഭയങ്കര വീര്യമാണ്. വൈനുണ്ടാക്കി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീര്യം കൂടുതലാണ്. ഒരു 10-20-21 ദിവസം മതി. സാധാരണ ഇതിന് കുറച്ചും കൂടെ നമ്മള് വെള്ളം കുറച്ചാൽ മതി. അപ്പൊ ഭയങ്കര വീര്യം വരും. ഇങ്ങനെ ഓരോരോ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ താമസിച്ച് കഴിക്കുന്ന വെറൈറ്റീസ്. പല വെറൈറ്റി ഐറ്റങ്ങളാണ്. അപ്പോൾ ഓരോന്നിന്റെ ഓരോ തൈകൾ ഓരോ സ്ഥലത്ത് വെച്ചേക്കും. ഇതൊക്കെ ആകുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ഒക്കെ വലുപ്പം ബ്രസീലിയൻ ഗ്രിമാളെന്ന് പറയും. അതിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കണം. നല്ല വലുപ്പം വരും. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പം വരും. എല്ലാം കായ്ക്കുന്ന ചെടികളാണ്.
ഇത് പല പല വലുപ്പത്തിലുണ്ട്. നമ്മളിങ്ങനെ ആദ്യം സാധാരണ ചെറിയ ചട്ടിക്കകത്തേക്ക് വിത്ത് പാകിയിട്ട് പരുവ് എത്തുമ്പോൾ കവറിനകത്തേക്ക് ആക്കുന്നത്. ആ അങ്ങനെ ഓരോ സ്റ്റേജ് ആക്കി ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കാണിച്ചത് ഇത് നമ്മുടെ G1 എന്ന് പറഞ്ഞ ജബോട്ടിക്കാവയാണ്. അതായത് കഴിഞ്ഞ 2025 നവംബർ 24 പാകിയ വിത്തായിരുന്നു. ഇത്ര മാസമായി നോക്കി. വേലയ്ക്ക് വ്യത്യാസമുണ്ടല്ലോ, മറ്റേ വേലയ്ക്ക് വ്യത്യാസമുണ്ട്. ഫ്രൂട്ടിനും വലുപ്പം കൂടുതലുള്ള. അതെയോ? ഇതിപ്പോ എത്ര മാസമായി? 5 മാസം. 5 മാസം കൊണ്ട് ഈ ഒരു വളർച്ച വരുള്ളൂ. ആദ്യത്തെ 1.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വളർച്ച എത്തും. ഇതൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ആദ്യത്തെ 1.5 വർഷത്തിന്റെ വളർച്ചയാണ് സ്ലോയ. പിന്നെ പെട്ടെന്ന് കയറും. ഇതൊക്കെ അതാണ് സ്കാർലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി. റെഡ് കളർ വരും, ഹൈബ്രിഡ് ആണ്. ഇങ്ങനത്തെ തൈകളെ കൂടുതലും കൊറിയറൊക്കെ അയച്ചു കൊടുക്കുന്നത്. നമ്മള് മണ്ണ് മാറ്റാതെ ഇതുപോലെ അങ്ങ് അയച്ചു കൊടുക്കുന്നത്. നനവ് ഉണ്ടായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കുന്നോണ്ടേ തലേദിവസം വലിയതായിട്ട് ഒത്തിരി നനയ്ക്കല്ല. കാരണം നനച്ചു കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം വരും. അയക്കുമ്പോഴേ ഫ്രീ ഡെലിവറിയാ. ഈ സൈസ് ഉള്ളത് മേടിക്കുന്നവർക്ക് ഫ്രീ ഡെലിവറിയാണ്. കേരളത്തിലെല്ലാം ഫ്രീ ഡെലിവറിക്ക് കൊടുക്കുന്നത്. പിന്നെ റെഡ് ഹൈബ്രിഡ് ആ സൈസിലൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ചെറുതുണ്ട്, റെഡിയായി വരുന്നതോ ഉള്ളൂ. റെഡ് ഹൈബ്രിഡ് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു സൈസിൽ കൊടുക്കുന്നത് R2 എന്ന് പറയുന്ന വെറൈറ്റി. റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാ. ഇതൊക്കെ ഇത് കൊടുക്കുന്നതാണ്. പഴം റെഡ് കളറാണ്. നന്നായിട്ട് കായ് പിടിക്കും. ഇവിടെ മദർ പ്ലാന്റാണ് കാണിച്ചത്. G1 ആണ്. ഗ്രീൻ വെറൈറ്റീസിന് ഒരു നല്ല വലുപ്പം വരുന്ന, ഒരു 10 രൂപ കോയിനെക്കാട്ടിലും വലുപ്പം വരുന്ന. ഇത് മിക്കത് ഇപ്പൊ ഓർഡറാണ്. ബുഷ് ആവാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് സബാരയാണ്, താമസിച്ച കഴിക്കുള്ളൂ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ചിലർ ചോദിക്കും ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ നല്ലതായി അതിന്റെ സൈഡിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി. ഇത് ഇതിലും വലുപ്പമുള്ള പ്ലാന്റ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊരു 4 വർഷം അടുത്ത് പ്രായമുള്ളതാണ്. കായ്ക്കുന്ന പ്ലാന്റ് ആണ്. ഇതെല്ലാം കായ്ക്കുന്നതാണ്. ഇനി ഇത് സ്ഥിരം കായ്ച്ചോളും. കാണിച്ചില്ലേ, നമ്മൾ മുമ്പേ കാണിച്ച ആദ്യമായിട്ട് കായ്ക്കുന്നത്. അത് ആദ്യമായിട്ട് കായ്ച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് കായ്ക്കുള്ളൂ. ഇതിനി പെട്ടെന്ന് ഇതെല്ലാം ഇങ്ങനെ കായുണ്ട്, പൂവുണ്ട്, എല്ലാം ഇങ്ങനെയുള്ള പ്ലാന്റ്. ഇതിന്റെ അടുത്ത് ഇവിടെ കാ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ടൈപ്പ് പ്ലാന്റുകളാണ്. ഇതൊക്കെയുണ്ട്. അതിലും ഒരു 1.5 വർഷം എടുത്ത് പ്രായമുണ്ട് ഇതിന്. നമ്മൾ ഈ പഴച്ചെടിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് മേടിക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്നാ ചെയ്യണം? ഇങ്ങനെ കായ്ക്കുന്ന ചെടികൾ നമ്മൾ ഹൈവേ ഡെലിവറിയാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ തൈകളുണ്ട്, 1.5 വർഷമൊക്കെ ആയ തൈക്കുമ്പോൾ നമുക്ക് കൊറിയറായിട്ട് ഫ്രീ ഡെലിവറിയാണ് കേരളത്തിൽ. കേരളത്തിന് പുറത്താളുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വലിയ ചെടി നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റിയല്ല. ഇതെല്ലാം 21 കവറിലല്ലേ. അപ്പം ചെറിയ കവറിലുള്ള അയച്ചു കൊടുക്കും. അപ്പൊ നമ്പർ വേണേ പറഞ്ഞേക്കാം, 90 61 98 09 48. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. പലപ്പോഴും കുറെ പേര് വിളിക്കുന്നതുകൊണ്ടേ തേനീച്ചയുടെ പരിപാടി കൊണ്ട് ചിലപ്പോൾ തിരക്കായി. അപ്പം വാട്സപ്പിൽ മെസ്സേജ് ഇടുക കുറച്ചുകൂടെ നല്ലത്. ഓക്കെ.